എടി ഞാൻ ഇന്നലെ പോക്കറ്റിലെ ഒരു പൈസന്റെ കവർ വെച്ചിരുന്നു. ഇജ്ജ് തിരുമ്പാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ടോ നോക്കാം. അത് കിട്ടിയിട്ടൊന്ന് ഇങ്ങോട്ട് വിളിക്കട്ടാ. ആ ഇന്ന് നിങ്ങൾക്ക് എവിടെയായിരുന്നു പണി? അന്ന് മച്ചിങ്ങതായത്തേനി. അല്ല നിങ്ങൾക്ക് എവിടെയായിരുന്നു പണി? ഇന്ന് എനിക്കിന്ന് പാറമ്പലായിരുന്നു. എന്തിയെ പറയടേ. 500 റുപ്യ. 500 റുപ്യ ഉണ്ടല്ലേ? എന്താ 500ന്റെ പൈസ കണക്കൊക്കെ പറയണേ? അതടാ നമുക്ക് എന്തായാലും മായനാജിന്റെ കൊണ്ട് കവർ തന്നില്ലേ, അതിൽ 500 റുപ്യ ഉണ്ടല്ലോ. 500 ഉണ്ടാ? എനിക്ക് 300 അനക്ക് എത്ര ഉണ്ടാ? എനിക്ക് 300 തന്നെ. ഒരു 200 ഒരു 100ന്റെ കിട്ടും. ഏടാ അങ്ങനെ കാര്യം പറയുന്ന നമ്മുടെ ശിവദാസനും മണിക്കൊക്കെ 500 റുപ്യ ഉണ്ട് പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമില്ല. ആന്ന് അതിപ്പോ ചെലവാക്കി പോയില്ലല്ലേ, കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിന് അയാള് ഡീസന്റ് ആളാ. അയാൾ എല്ലാവർക്കും ഒരേമാതിരി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇത് നമ്മളെ മറ്റേ ആള് മുക്കിയതാവും മേശരി. എന്നാ പിന്നെ അതിന് തന്നെ ആവും സാധ്യത. ആയി ഓനെങ്ങനെ എതിർക്കോ? നിങ്ങൾക്ക് അവന്റെ തയ്ച്ച് അറിയാഞ്ഞിട്ടാണ്. പെയിന്റ് ഷോപ്പ് പോയാലേ പെയിന്റ് എടുക്കുന്നോടുന്ന് കമ്മീഷന് ഒരു വക ഉണ്ട്. പിന്നെ അതേപോലെ നേരം വൈകിയാലൊക്കെ വീട്ടുകാർ ഇപ്പൊ ചായക്ക് കുടിച്ചോളി പറഞ്ഞിട്ട് പൈസ തരലുണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് തരലേനല്ല. പിന്നെ ഞങ്ങൾക്ക് കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1200 1100 ഒക്കെ വാങ്ങലുണ്ട്. ഞങ്ങൾക്ക് ആകെ 800 900 തരും. ബാക്കി അവരെല്ലാം എടുക്കണേ. ഇതൊക്കെ ഇങ്ങനെ അലാലാവോ എനിക്ക്? ഇന്ന് എന്റെ മേശരി അങ്ങനല്ലട്ടാ, പണിക്കാരാക്കുന്ന കഴിച്ചിട്ട് പോയതില്ല. ഇതിപ്പോ പെരക്കാര് തരണ കഞ്ഞീന്ന് കമ്മീഷൻ വാങ്ങാൻ പറ്റാത്തോണ്ടാണ്. അല്ലെ അതിനും വേങ്ങോ? അങ്ങനത്തെ ജാതിയാണ്. ഇതൊന്നും ആദ്യമായിട്ടല്ല, ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കണ്ടില്ലാന്ന് അടിക്കണതാണ്. എന്തെങ്കിലുമൊക്കെ കൂട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നാ വേറെ പണിക്ക് പോയിക്കോളി, വേറെ ആളത്തേക്ക് പോയിക്കോളി എന്നൊക്കെ പറയും. പിന്നെ ഇപ്പൊ ഈ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പോവാണ്. ശരിയടാ പോവല്ലേ? ആയിക്കോട്ടെ, കാണാം. മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് തണലായി മാത്രം ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്.